നമസ്കാരം. നന്ദഗോവിന്ദം ഭജൻസ് വളരെ ചെറിയ കാലം കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും ജനങ്ങളുടെ പ്രീതി സമ്പാദിച്ചെടുക്കുകയും ചെയ്തൊരു ഭജൻസ് ഗ്രൂപ്പാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അവർ വളരെയധികം വൈറലാണ്. ഒരുപാട് പ്രോഗ്രാംസ് ആണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും അവർ പോകാറുണ്ട്, ഭജന പാടാറുണ്ട്. അവരുടെ ഭജന ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് അത് കേൾക്കാനായിട്ട് എത്തുന്നത്. എനിക്ക് തോന്നുന്നു മറ്റുള്ള ഭജൻസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഭക്തി എന്ന രസത്തെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇടയിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അത്രയും മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു വൾഗാരിറ്റി നമുക്ക് തോന്നുന്നില്ല, ഒരു വൃത്തികേടും തോന്നുന്നില്ല. വളരെ മനോഹരമായിട്ടാണ് അവർ ഓരോ ഭക്തിഗാനവും പാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ സമൂഹത്തിന് ഒരു പ്രശ്നമുണ്ടല്ലോ, എത്ര വേഗത്തിലാണോ ചിലരെ നമ്മൾ തലയിലേക്ക് എടുത്ത് വെക്കുന്നത് അത്രയും വേഗത്തിൽ തന്നെ അവരെ വലിച്ച് താഴെ ഇടാനും ശ്രമിക്കും. അപ്പൊ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ചില വിഷജന്തുക്കൾക്ക് നന്ദഗോവിന്ദം ഭജൻസ് നന്ദകുന്തിരിക്കം ഭജൻസ് ആയിട്ട് മാറി. അവർ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തില്ല. ഒരു ക്ഷേത്രത്തിലെ ഭക്തിഗാനം ഭജൻസിന്റെ ഇടയിൽ അവരൊരു ക്രിസ്തീയ ഭക്തിഗാനം പാടി. അത് മാത്രമാണ് അവർ ചെയ്ത ഒരേ ഒരു തെറ്റ്. അതൊരു തെറ്റായിട്ട് എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ ഏതൊക്കെ വീക്ഷണകോണുകളിലൂടെ നോക്കിയിട്ടും എനിക്കതൊരു തെറ്റായിട്ട് തോന്നിയില്ല. പക്ഷേ ചിലരിങ്ങനെയാണ് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയും എന്തെങ്കിലും വീണ് കിട്ടാൻ നോക്കിയിരിക്കുകയാണ്, ഇങ്ങനെ വായും പൊളിച്ച് വേഴാമ്പല് മഴയ്ക്ക് വേണ്ടിയിട്ട് നോക്കി ഇരിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടാൻ നോക്കിയിരിക്കുകയാണ് ചില വിഷജന്തുക്കൾ. മതത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരക്കാർക്ക് ഇവർ ക്രിസ്തീയ ഭക്തിഗാനം പാടിയത് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് ക്ഷേത്രത്തിന്റെ ഭജനയ്ക്കിടയിൽ നിങ്ങൾ ക്രിസ്തീയ ഭക്തിഗാനം പാടിയത്? അത് ഇങ്ങോട്ടുണ്ടാക്കണ്ട എന്നാണ് ചിലർ പറയുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. അനാവശ്യമായിട്ട് അവർക്കെതിരെ ഇപ്പം ഹേറ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീഡിയോസിന്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരെ നന്ദകുന്തിരിക്കം ഭജൻസ് എന്നൊക്കെ വിളിച്ച് അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ ഹേറ്റ് കമന്റ്സ് ഒക്കെ ഇപ്പം ധാരാളം വരുന്നുണ്ട്. ഈ മതേതരത്വം, മതസൗഹാർദ്ദം ഒന്നും അല്ല, ഇപ്പം അതൊന്നും ഇല്ല. ഈ വാക്കുകളൊക്കെ വരുന്നതിന് മുമ്പ്, ഈ മതേതരത്വം മതസൗഹാർദ്ദം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ഇടയിൽ ഈ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എന്നാണോ ഈ വാക്കുകളൊക്കെ പ്രതിഫലിച്ച് വരാൻ തുടങ്ങിയത് അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ തുടങ്ങിയത്, അതിനുശേഷം ഇവിടെ മതസൗഹാർദ്ദവും ഇല്ല, മതേതരത്വവും ഇല്ല, ഒരു കുന്തവും ഇല്ല. അതാണ് സത്യം. ഇപ്പൊ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മതം പറഞ്ഞ് വഴക്കുണ്ടാക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എല്ലാ മതസ്ഥരുടെ ഇടയിലും തീവ്രമായിട്ട് ഈ മതത്തെ പറ്റിയിട്ട് ഇങ്ങനെ തലയ്ക്ക് കയറിയിരിക്കുന്ന കുറെ ജന്തുക്കളുണ്ട്, കുറെ വിഷജന്തുക്കളുണ്ട്. ആ വിഷജന്തുക്കൾ ഇങ്ങനെയൊക്കെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കുകയും വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ആദ്യം ഈ വിവാദമായ ആ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. അവർ പാടുന്നതിന് മുമ്പ് അവർ പറയുന്ന കാര്യവും കൂടി കേൾപ്പിച്ചു തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ഇടുക. LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പം നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസമുണ്ട് നമുക്ക് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും. ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ? കേട്ടല്ലോ, ഇവര് കൃഷ്ണനെ സ്തുതിച്ച് പാട്ടുപാടിയതിലും ഈ പാട്ട് പാടിയതിലും എനിക്ക് എൻ്റെ മുമ്പിൽ പ്രതിഫലിച്ചത് ഒന്ന് മാത്രമാണ്: ഭക്തി എന്ന രസം, ഭക്തി എന്ന വികാരം മാത്രമാണ് ഈ പാട്ടുകളിൽ നിന്നൊക്കെ പ്രതിഫലിക്കുന്നത്. ഈ പാട്ടുകൾക്ക് സംഗീതത്തിന് മതമില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എത്രയോ ഹിന്ദു ഭക്തിഗാനങ്ങൾ ക്രിസ്ത്യൻ സംഗീത സംവിധായകന്മാരും മുസ്ലിം സംഗീത സംവിധായകന്മാരും ഒക്കെ ഇറക്കിയിരിക്കുന്നു. എന്തിനധികം പറയുന്നു, ഏറ്റവും കൂടുതൽ വളരെ മനോഹരമായിട്ട് ഹിന്ദു ഭക്തിഗാനം പാടിയിട്ടുള്ളത് നമ്മുടെ യേശുദാസാണ്, ഗാനഗന്ധർവൻ യേശുദാസാണ്.
അദ്ദേഹം എത്രയോ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടും മറ്റു ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ടും ഒക്കെ എത്രയോ ഭക്തിഗാനങ്ങൾ പാടിയിരിക്കുന്നു. എന്തിനധികം പറയുന്നു, നമ്മുടെ ശബരിമലയിൽ ഭഗവാനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന പാട്ട് ഹരിവരാസനം ആര് പാടിയതാണ്? യേശുദാസ് പാടിയതാണ്. യേശുദാസ് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനി പാടിയ ആ പാട്ട് കേട്ട് ഭഗവാൻ ഉറങ്ങാതിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സംഗീതത്തിൽ മതമില്ല. സംഗീതത്തിലും മതം കലർത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഈ ഗാനത്തിലും എനിക്ക് ഭക്തി എന്ന വികാരം മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ മനസ്സിൽ ഭക്തിയുള്ള യഥാർത്ഥ വിശ്വാസികൾക്ക് ഇതിലൊന്നും തെറ്റ് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പൊ ആർക്കാണ് തെറ്റ് കാണുന്നത്? ആരുടെ ഉള്ളിലാണ് ഇതൊക്കെ തെറ്റായിട്ട് തോന്നുന്നത്? മനസ്സിൽ വിഷം ഒളിഞ്ഞിരിക്കുന്നവരുടെ ഉള്ളിലാണ്. ഭക്തിയുള്ളവർക്ക് ഭക്തി മാത്രമേ ഇതിൽ നിന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പൊ വിഷം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ചില സംഘികൾക്ക് ഇതങ്ങ് പ്രശ്നമായി. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നന്ദഗോവിന്ദൻ ഭജൻസ് ക്ഷേത്രങ്ങളിലെല്ലാം പോകുന്നു, ഭജന പാടുന്നു, ആൾക്കാരുടെ ഉള്ളിലേക്ക് ഭക്തി എന്ന വികാരം കുറച്ചും കൂടി ഊട്ടി ഉറപ്പിക്കുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരിലേക്ക് ഭക്തി അല്ലെങ്കിൽ ഭജന, പണ്ട് ഈ ഭജന എന്ന് പറയുന്നത് വളരെ ധാരാളമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവര് അതിന്റെ പ്രാധാന്യം കൂടുതൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവര് ഒരു സംഘികളുടെ എന്തോ ഒരു സംഭവമാണ്, കുടുംബ സ്വത്താണ് എന്നുള്ള രീതിയിലേക്ക് അങ്ങ് മാറി. അപ്പൊ ഇവരുടെ അങ്ങ് കുത്തക അവകാശ സംഘികൾ അങ്ങ് ഏറ്റെടുത്തു. അപ്പൊ പെട്ടെന്ന് ക്രിസ്തീയ ഭക്തിഗാനം ഇവർ പാടിയപ്പോഴേക്കും സംഘികൾക്ക് നൊന്തു. അതാണ് സംഭവിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. ഒരു സംശയവും വേണ്ട. അതായത് പെട്ടെന്ന് ക്രിസ്തീയ ഭക്തിഗാനം പാടിയപ്പോഴേക്കും ഈ സംഘികൾക്ക് അവരുടേതെന്ന് അവകാശപ്പെടാനുള്ള അത് നഷ്ടപ്പെട്ടല്ലോ. ഈ നന്ദഗോവിന്ദൻ ഭജൻസ് ഇന്നേ വരെ അവര് ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അവര് ഹിന്ദു ഭക്തിഗാനം പാടുന്നു എന്ന് വിചാരിച്ച് അവര് സംഘികളാണോ? ഒരിക്കലും അല്ല. അവര് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർന്നു വന്ന ഒരു ഗ്രൂപ്പാണ്. അവരുടെ കഴിവ് കൊണ്ട് പതിയെ ജനങ്ങളുടെ ഉള്ളിലേക്ക് അവർ കടന്നു കയറുകയും ജനങ്ങൾക്ക് അവരെ ഇഷ്ടമാവുകയും അവരുടെ പാട്ട് അത്രയും മനോഹരമാണ്. അങ്ങനെ അവരുടെ സ്വന്തം കഴിവ് കൊണ്ട് വളർന്നു വന്ന ഒരു ഗ്രൂപ്പാണ്. അവരുടെ കുത്തകാവകാശം ആർക്കും എഴുതിയൊന്നും കൊടുത്തിട്ടില്ല. സംഭവം അതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ അനാവശ്യമായിട്ട് ഇവർക്കെതിരെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രശ്നമായത് ശശികല ടീച്ചർക്കാണ്. ശശികലയ്ക്ക് നിങ്ങൾക്കറിയാമല്ലോ, അവർ വാ തുറന്നു കഴിഞ്ഞാൽ വായിന്ന് വിഷമല്ലാതെ വേറെ ഒന്നും വീഴത്തില്ല. ആരെങ്കിലും വിമർശിക്കാനോ അവരെന്തോ വലിയ ഹിന്ദു ആണെന്നാണ് പറയുന്നത്. യഥാർത്ഥ ഹിന്ദു ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥ ഹിന്ദു ഇങ്ങനെയല്ല. വലിയ ഹിന്ദുത്വവാദിയാണ് അവർ. അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അതിൻ്റെ ആ വിഷം ഇങ്ങനെ നാട്ടിലേക്കും ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഷീ എന്ന് പറഞ്ഞുകൊണ്ട്. ചൂട് കൂടുമല്ലേ, അപ്പം വിഷം കൂടും. അപ്പോൾ അവർ പറയുന്നത് ചിക്കൻ മസാല നല്ലതാണ്, പക്ഷെ പായസത്തിൽ കലർത്തണ്ടാന്ന്. ആരും ചിക്കൻ മസാല പായസത്തിൽ കലർത്താറില്ല. ചിക്കൻ മസാല ചിക്കൻ കറിക്കകത്ത് മാത്രമേ കലർത്താറുള്ളൂ. ഇതിനകത്ത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ഇവർക്ക് വേണ്ടിയുള്ള കുറേ സൗകര്യങ്ങൾ അവർ ഒരുക്കി തന്നതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് അവർക്കൊരു ഡെഡിക്കേഷൻ ചെയ്തതാണ്. അത്രേ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ടൊന്നുമില്ല. ഏത് പാട്ടായാലും അതിനകത്ത് ഭക്തിയല്ലേ നമുക്ക് പ്രതിഫലിക്കുന്നുള്ളൂ. എപ്പോഴും പണ്ടുള്ളവർ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്, അതായത് തൂണിലും തുരുമ്പിലും കല്ലും പുല്ലിലും എല്ലാം ദൈവമുണ്ട്. ദൈവം എന്ന് പറയുന്നത് പല പേരുകളിൽ അറിയപ്പെടുന്നേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി എല്ലാം ഒന്നാണ്, എല്ലാം ഒന്നിലേക്കാണ് പോകുന്നത് എന്നാണ് ഹിന്ദുക്കൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളത്. യഥാർത്ഥ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലേ യഥാർത്ഥ ഹിന്ദു ചിന്തിക്കത്തുള്ളൂ. അല്ലാതെ ഈ അനാവശ്യമായിട്ട് ചിന്താഗതിയൊക്കെ മനസ്സിൽ വിചാരിച്ച് വെച്ചേക്കുന്നവർക്ക് മാത്രമേ ഇതിനെയൊക്കെ വേർതിരിച്ച് കാണാനും ഇതിൽ ഭക്തി കാണാതിരിക്കാനും സാധിക്കത്തുള്ളൂ. യഥാർത്ഥ ഹിന്ദു അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. തൂണിലും തുരുമ്പിലും കല്ലിലും പുല്ലിലും മുള്ളിലും എല്ലാത്തിലും ദൈവം ഇരിപ്പുണ്ട്. ദൈവത്തിൻ്റെ ഒരു രൂപമില്ല. ദൈവം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഒന്നാണ്. പല പേരുകളിൽ വിളിക്കുന്നുവെന്നേ ഉള്ളൂ, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും എല്ലാം ഒന്നാണ് എന്ന് പഠിച്ചിട്ടുള്ള ഹിന്ദുവിന് ഒരു കാരണവശാലും ഇതിനകത്തൊന്നും തെറ്റ് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. അതാണ് സത്യം. നമ്മുടെ അയ്യപ്പസ്വാമി മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് ആ ദൈവത്തെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഹിന്ദുക്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ വിഷമുള്ളിൽ വെച്ച് പെരുമാറാൻ വേണ്ടി സാധിക്കുന്നത്? അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ മതേതരത്വം എന്ന് പറയുന്ന വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ യഥാർത്ഥ മതേതരത്വമൊക്കെ നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സംഘികളും പിന്നെ ചിന്താഗതികളുള്ള മറ്റു ആൾക്കാരും കുറേ ആൾക്കാർ കാരണം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി. ഈ വിഷകലയ്ക്ക് എന്തോത്തിന് സോക്കേടാണെന്ന് ഞാൻ ആലോചിക്കുവാണ്. അവരെന്തിനീ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അവരുടെ ഉള്ളിലുള്ള സാധനം അവരുടെ ഉള്ളിൽ തന്നെ അങ്ങ് വെച്ചാൽ പോരെ. മറ്റുള്ളവരുടെ ഉള്ളിലേക്കും എന്തിനാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഒരു പാട്ടല്ലേ. സംഗീതം എന്ന് പറയുന്നതിൽ മതമില്ല, ഒന്നിലും മതമില്ല.
സംഗീതത്തിലും കലയിലും ഒന്നും നമുക്ക് മതം കാണാൻ വേണ്ടി സാധിക്കത്തില്ല. അങ്ങനെ മതം കാണുന്നുണ്ടെങ്കിൽ ആ മതം കാണുന്നവരുടെ ഉള്ളിലാണ് മതം പൊട്ടിക്കിടക്കുന്നത്. അങ്ങനെ മതം പൊട്ടിക്കിടക്കുന്നവരുടെ ഒരു സംഭവം നമുക്ക് വേണ്ട. അവിടെ എത്രയോ ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ കാണികളുടെ ഇടയിൽ, ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ ആ ഒരു ഭജൻസ് കാണാനിരിക്കുന്ന കാണികളുടെ ഇടയിൽ ക്രിസ്ത്യൻസ് ഉണ്ട്. ക്രിസ്ത്യൻസും പല മതസ്ഥരെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഹിന്ദുക്കളെ മാത്രമല്ല. അപ്പൊ അവരെല്ലാവരും ഒത്തൊരുമിച്ച്, അല്ലെങ്കിൽ ഭജൻസ്, അല്ലെന്നുണ്ടെങ്കിൽ ഭക്തി, അല്ലെന്നുണ്ടെങ്കിൽ ഗാനം, സംഗീതം, അതിൻ്റെ ആ ഒരു ഇമോഷൻസ് ഉൾക്കൊണ്ടിട്ടാണ് അവരെല്ലാവരും അവിടെ ഇരിക്കുന്നത്. മതമല്ല അവരുടെ ഉള്ളിലൊക്കെ നിഴലിച്ചു നിൽക്കുന്നത്. മതത്തിന്റെ പേരിലല്ല അവരാരും അവിടെ വന്നിരിക്കുന്നത്. അവരെല്ലാവരും വന്നിരിക്കുന്നത് സംഗീതം, ശുദ്ധ സംഗീതം കേൾക്കാൻ, സംഗീതത്തെ ആസ്വദിക്കാൻ, സംഗീതം നമ്മളുടെ മനസ്സിൽ തരുന്ന ആ ഒരു മായാലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ അവിടെ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിലും കൂടി ചെന്ന് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും, നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നന്ദഗോവിന്ദൻ ഭജൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും നാളും അവരെ പുകഴ്ത്തിക്കൊണ്ട് കമൻസ് ഇട്ടവർ പലരും ഇപ്പോൾ അവരെ കളിയാക്കുകയാണ്, അവരെ കുറ്റപ്പെടുത്തുകയാണ്. എന്തിന് ക്രിസ്തീയ ഭക്തിഗാനം പാടി? അത് ക്രിസ്തീയ ഭക്തിഗാനമാണെന്ന് പോലും പലർക്കും അറിയത്തില്ല. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ രീതിയിലാണ് ആ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചേക്കുന്നത്. അപ്പം അത് ക്രിസ്തീയ ഭക്തിഗാനമാണെന്ന് പോലും പലർക്കും അറിയത്തില്ല. നമ്മളെല്ലാം അൾട്ടിമേറ്റ്ലി കേൾക്കുമ്പോൾ നല്ലൊരു പാട്ട്, നല്ല സംഗീതം, ശുദ്ധ സംഗീതം, ഈ രീതിയിലല്ലേ ചിന്തിക്കത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ നാട്ടിൽ അനാവശ്യമായിട്ടുള്ള കുത്തിത്തിരിപ്പുകളും വേർതിരിവുകളും ഒക്കെ പലരും ഉണ്ടാക്കുന്നുണ്ട്. പല വിഭജനങ്ങളും വേർതിരിവുകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ ഈ മതം എന്ന രീതിയിൽ ആ ഒരു തീവ്ര ചിന്താഗതി ഇപ്പോഴാണ് ഇത്രയധികം രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരുന്നത്. നേരത്തെ ഹിന്ദു മുസ്ലിം എന്ന് ഉള്ള ചിന്താഗതിയില്ല, വേർതിരിവില്ല. ഏത് മതസ്ഥൻ്റെ പാട്ട്, ഏത് മതസ്ഥരുടെ പാട്ട്, ഇത് എൻ്റെ പാട്ടാണോ, ഹിന്ദുക്കളുടെ പാട്ടാണിത്, ഹിന്ദുക്കളുടെ പാട്ട് മാത്രമേ പാടാവുള്ളൂ, ക്രിസ്ത്യാനികളുടെ പാട്ട് മാത്രമേ പാടാവൂ എന്ന രീതിയിലൊന്നും പണ്ട് ആൾക്കാർ ചിന്തിച്ചിരുന്നില്ല. ഞാനൊക്കെ വളർന്നു വന്ന ആ ഒരു പീരീഡിൽ ഇങ്ങനെയൊന്നും ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ എല്ലാ പാട്ടും പാടും, എല്ലാ പാട്ടും ആസ്വദിക്കും. ഇപ്പം മതം നോക്കി പാട്ട് പോലും മതം നോക്കി ആസ്വദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ നിയമമാണ്?